എമ്പുരാൻ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ഒരു മേനയാവണില്ല. അതായത് എന്തൊക്കെ ചെയ്തിട്ടും കുറേശ്ശെ എബ്രഹാം മേനയാവണില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു എമ്പുരാൻ സിനിമ ഈ ഒരു തിയേറ്ററിലൊക്കെ വന്നത്. എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു സിനിമയാണ്. അത്രമാത്രം ബുക്കിംഗ് തന്നെ, പ്രീ ബുക്കിംഗ് തന്നെ ഭയങ്കരമായിട്ട് ഒരാഴ്ചത്തേന് ഫുള്ള് ഫില്ലായി. അത്രയ്ക്ക് മാത്രം വെയിറ്റ് ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ സിനിമ ഇറങ്ങി ആൾക്കാരെല്ലാം പോയി കാണുകയും ചെയ്തു. കുറേയധികം മിക്സഡ് റിവ്യൂസാണ് വന്നതുകൊണ്ട് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിനിമയിൽ മെയിനായിട്ട് കുറേയധികം രാഷ്ട്രീയത്തിനെയൊക്കെ ഭയങ്കരമായിട്ട് മെയിനായിട്ട് ബാധിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ്. അതിൽ കുറേയധികം പാർട്ടിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മെയിനായിട്ടുള്ള സംഘികളല്ലാതെ ഇടത് വലത് എല്ലാവർക്കും ഇത് കൊണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. അതിലും പ്രത്യേകിച്ച് ഗുജറാത്തിൽ നടന്ന ഇഷ്യൂസും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് ആദ്യ കുറേ പോർഷൻ നമുക്ക് തുടങ്ങുമ്പോൾ കണ്ടാൽ മനസ്സിലാവും. സോ അതിനെക്കുറിച്ച് ആ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയം കാര്യങ്ങളാവുന്നുണ്ട്. ഇപ്പം ഭയങ്കരമായിട്ട് ഈ ഒരു സിനിമ നിർത്തിയേ പറ്റൂ, ഇതാരും കാണാൻ പറ്റത്തില്ല, രാജ്യസ്നേഹമുള്ള ആരും ഈ ഒരു സിനിമ കാണത്തില്ല, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് ആയ രീതിയിൽ ഭയങ്കരമായിട്ട് പ്രൊപ്പഗൻഡ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്നും കാണാൻ പാടില്ല, ഇതൊക്കെ ശരിയല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് പറയുണ്ടായി. പക്ഷേ എന്നിരുന്നിട്ട് പോലും ഈ സിനിമ എല്ലാവരും പോയി കാണുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു, ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇല്ലാത്തതെന്ന് പറയുന്നു. പക്ഷേ ഒരു സിനിമയിൽ കണ്ടൻറ്റായിട്ട് പറയുന്ന ഒരു കാര്യം അത് കണ്ടൻറ്റായിട്ട് മാത്രം എടുക്കണം. കാരണം ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിനെ ഭയങ്കരമായിട്ട് താറടിച്ചുകൊണ്ട് ഇറക്കിയ ഒരു പടമാണ് ഇത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളെല്ലാം പറഞ്ഞ സമയത്ത് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ നോർത്ത് അല്ലെങ്കിൽ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യം സിനിമയായിട്ട് മാത്രം എടുക്കണം, അല്ലാതെ ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റിയൊന്നും ഭയങ്കര കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി അങ്ങനെ തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളൊരു ക്രിയേറ്റിവിറ്റി ഇറക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന അത് അതിനെ പോലെ തന്നെ കാണണം, അല്ലാതെ അതിനെ ഭയങ്കരമായിട്ട് എതിർക്കാനോ കാര്യങ്ങളോ ഒന്നും നിൽക്കരുത്. ഇത് ഭയങ്കരമായിട്ട് ഈ ഒരു സിനിമയ്ക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം നമ്മുടെ മലയാളത്തിലായാലും റിവ്യൂസും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാവരും നോക്കുന്ന അശ്വന്ത് കോക്കിൻ്റെയാണ്. അപ്പം പുള്ളിക്കാരൻ്റെ റിവ്യൂ വന്നപ്പോൾ പുള്ളിക്കാരൻ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല, ലൂസിഫറിൻ്റെ അത്ര എമ്പുരാൻ വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അത് കുറേയധികം പേര് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതല്ലാത്തവരുണ്ട്, നീയൊക്കെ പൈസ എന്തിനാണ് ഇങ്ങനെ മനഃപൂർവ്വം ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇനി ആരെങ്കിലും ആൾക്കാർ പൈസ തന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് പുള്ളിക്കാരൻ്റെ ഒരു ഒപ്പീനിയനാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പം എല്ലാവരെയും ഒപ്പീനിയൻ പറയാൻ എല്ലാവർക്കും അധികാരമുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഈ സിനിമ കാണാനേ പാടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള പ്രൊപ്പഗൻഡ പോലത്തെ ഉള്ള ഇത് നമ്മുടെ ഗവൺമെൻറ്റിനെതിരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, രാജ്യസ്നേഹമുള്ളവർ ഈ സിനിമ കാണത്തില്ല, അങ്ങനെയൊക്കെ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടമുള്ളവർ പോയി കാണുന്നു. ഇത് ഇന്ത്യയാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ആ ഒരു നിയമത്തിൽ നിന്നുകൊണ്ട് എല്ലാം ചെയ്യാമെന്നാണ്. ഇതിപ്പോൾ നിയമത്തിനെതിരോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അവർക്ക് ഏതൊരു സിനിമ രീതിയിലും എടുക്കാവുന്നതാണ്. ഇത് സെൻസറൊക്കെ ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരത് പറഞ്ഞേനെ. അപ്പോൾ അതൊന്നുമില്ല, സെൻസറെല്ലാം കഴിഞ്ഞിട്ടാണ് സിനിമ റിലീസ് ചെയ്തത്. അപ്പോൾ റിലീസ് ചെയ്ത് ആൾക്കാർ കാണുമ്പോഴത്തേനും ഇവിടെ ഈ സമൂഹത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒരു പടത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ചെറിയൊരു രീതിയിൽ. അപ്പോഴത്തേനും അതിൽ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടാതെ ഇരിക്കും എന്ന് പറഞ്ഞാൽ സിനിമ കംപ്ലീറ്റ് ആയിട്ട് നിർത്തണമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. സോ നിങ്ങളെന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്കൊരാഗ്രഹമുണ്ട്. സോ നിങ്ങളെന്താണ് ഇതിനെപ്പറ്റിയൊക്കെ മൊത്തത്തിൽ ചിന്തിക്കുന്നത് എന്നുള്ളതും അത് നിങ്ങൾ കമൻസായിട്ട് താഴെ ഇടുക.